ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കണക്ക് അല്ലെങ്കിൽ മാത്ത് നമുക്ക് ഈസി ആക്കാൻ വേണ്ടി ഒരു ചെറിയ ടിപ്പ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. എല്ലാ കുട്ടികളും എപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് മാത്ത് ഈസ് വെരി ഹാർഡ്, മാത്ത് എനിക്കിഷ്ടമല്ല, കണക്ക് എനിക്കിഷ്ടമല്ല, എനിക്കത് പഠിക്കണ്ട എന്നൊക്കെ വിചാരിച്ച് മാറ്റി വെക്കുന്ന ഒരു സബ്ജക്റ്റാണ് മാത്ത്. ബട്ട് ദാറ്റ്സ് നോട്ട് ട്രൂ. മാത്ത് വളരെ ഈസിയാണ്. അത് നല്ല മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുകയും ചെയ്യും. സോ നമുക്ക് ആദ്യമായിട്ട് ഈ മാത്തിലെ എം എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ഓർക്കുക, മെമ്മറൈസ്. അതായത് നിങ്ങൾ മെയിനായിട്ടുള്ള ഫോമുലാസും അതുപോലെ ടേബിൾസില്ലേ, മൾട്ടിപ്ലിക്കേഷൻ ടേബിളും അതെല്ലാം മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം മെമ്മറൈസ് ചെയ്യുക. ആ മെമ്മറൈസ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ ടൈം കൺസ്യൂം നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ. ഓക്കെ, മെമ്മറൈസ് എം. ദെൻ എ സ്റ്റാൻഡ്സ് ഫോർ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മൾ എങ്ങനെയാണ് മാത്തിനെ അപ്രോച്ച് ചെയ്യുന്നത്. അതായത് ഐ ഹേറ്റ് മാത്ത്, എനിക്കിഷ്ടമല്ല, ഇറ്റ്സ് വെരി ഹാർഡ്. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ മാത്ത് പഠിക്കാതിരുന്നാൽ അതൊരിക്കലും നമ്മുടെ തലയിൽ കയറത്തില്ല. ഓക്കെ, സോ യു ഹാവ് ടു ലവ് മാത്ത്. നിങ്ങളോട് തന്നെ പറയണം, ഇറ്റ്സ് ഈസി, ഐ ക്യാൻ ഡു ഇറ്റ്, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഹാർഡ്. ഓക്കെ, അങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡില്ലേ, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് മാറ്റി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിങ്ങളോട് തന്നെ പറയണം, ഐ ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, അപ്പം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മാറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ദാറ്റ്സ് ടൈം മാനേജ്മെൻറ്റ് ആൻഡ് ഓൾസോ യുവർ ട്രൈസ്. എത്ര പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്യുന്നു, അതുപോലെ ഒരു പ്രോബ്ലം നിങ്ങൾ എങ്ങനെ ടൈം മാനേജ് ചെയ്ത് നിങ്ങൾ ആ പ്രോബ്ലം ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് തന്നിരിക്കുന്ന സമയത്തിൽ എല്ലാ പ്രോബ്ലവും നിങ്ങൾ ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. അതിന് നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്തേ പറ്റത്തുള്ളൂ. അതിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ട്രൈ ലോട്ട് ഓഫ് ടൈംസ്, ഒത്തിരി പ്രാവശ്യം ട്രൈ ചെയ്ത് നിങ്ങൾ ആ ടൈം മാനേജ്മെൻറ്റ് നിങ്ങളത് ഗെയിൻ ചെയ്യണം. ഓക്കെ, ദ ലാസ്റ്റ് വൺ ഈസ് ഹിൻറ്റ്. അത് നമ്മുടെ പ്രോബ്ലം തരുമ്പം സിലബസിലുള്ള ക്വസ്റ്റിനെ നമുക്ക് തരത്തുള്ളൂ. പക്ഷേ അതിനകത്ത് ചില സമയത്ത് അവർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കത്തില്ല തരുന്നത്. പക്ഷേ നമ്മൾ പഠിച്ച കാര്യങ്ങളെ അതിനകത്ത് ചോദിക്കത്തുള്ളൂ. അത് കണ്ടുപിടിക്കാൻ, അല്ല അതിലേക്ക് എത്താനുള്ള ഹിൻസ് അതിനകത്ത് കാണും. ആ ഹിൻറ്റ് കണ്ടുപിടിക്കാനൊരു ടാസ്ക്കാണ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കണം. ഓക്കെ, ആ ഹിൻറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അപ്ലൈ ടു ദ ഫോമുല ആൻഡ് സോൾവ് ഫോർ ഇറ്റ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്ത് നിങ്ങളുടെ ലൈഫിൽ വളരെ ഈസി ആയിട്ട് വരും. സോ ഹോപ്പ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ബൈ.